ഇടുക്കി തൊടുപുഴ ഇല്ലിച്ചാരിയിൽ ആഴ്ചകൾക്ക് മുൻപ് നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്ന അജ്ഞാത ജീവി പുള്ളിപ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതോടെ വനംവകുപ്പ് സ്ഥാപിച്ച CCTVയിലാണ് പുള്ളിപ്പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. അടുത്തയിടെ കരിങ്കുന്നം ഇല്ലിച്ചാരി മേഖലയിൽ ഒട്ടേറെ വളർത്തുമൃഗങ്ങൾ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെയാണ് ആക്രമണമുണ്ടായ സ്ഥലങ്ങളിൽ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചത്. 2 ദിവസം മുമ്പ് ഇതിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നാണ് പുള്ളിപ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചത്. പ്രദേശവാസികളായ 3 പേരുടെ മൃഗങ്ങളാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്തത്. 15 വളർത്തുമൃഗങ്ങൾ ആക്രമണത്തിന് ഇരകളായി. രാവിലെ 7 മണിക്കായപ്പോഴാണ് വെള്ളം നോക്കാൻ വേണ്ടി ടാങ്കിൻ്റെ അവിടെ പോയതാണ്. അപ്പം കോഴികൾ അഴിഞ്ഞു പോയിക്കുമായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്തേക്ക് മാറി നോക്കി, വെറുതെ ചുമ്മാ മേളിലേക്ക് നോക്കിയപ്പോൾ ആ പാറയുടെ താഴെ കൂടെ ഇങ്ങനെ 2 സ്റ്റെപ്പിങ് മാറുന്നേ കണ്ടുള്ളൂ. വരയുണ്ടായിരുന്നു, ഒരു വെള്ളയും മഞ്ഞയും കൂടിയ വരയും, നീളമുണ്ട്, അത്യാവശ്യം പൊക്കമുണ്ട്. അപ്പോഴേക്കും പിന്നെ ഞാൻ അവിടെ നിന്നില്ല, ഞാൻ പോന്നു. ഇല്ലിച്ചാരിയുടെ ഒരു ഭാഗം വനംവകുപ്പിന്റെ റിസർവ് മേഖലയിലാണ്. ഇക്കഴിഞ്ഞ 16-ന് വൈകിട്ട് ക്യാമറയിൽ പുലിയുടെ ചിത്രം പതിഞ്ഞു. ഇടുക്കിയുടെ മലയോര മേഖലകളിൽ പുലിയിറങ്ങുന്നത് പതിവാണെങ്കിലും തൊടുപുഴ മേഖലയിൽ ഇതിനു മുൻപ് പുലിയുടെ സാന്നിധ്യമുണ്ടായത് ഒരു തവണ മാത്രമാണ്. പുലിയെ കൂടുവെച്ച് പിടിക്കാൻ തിരുവനന്തപുരത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ നിന്ന് അനുമതി വേണം. അതിനുള്ള നടപടികൾ തുടങ്ങിയതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.